കുറെ ബസ്സുകളും എല്ലാം വരിക. അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ പ്രധാനമായി ഇതിന്റെ സ്വത്ത് മുഴുവനും വ്യക്തികളിലേക്ക് പോകുക. അവർ കുറെ മിഠായി വാരി വലിച്ചെറിയുക. അതാണ് വികസനം. വിഴിഞ്ഞത്ത് വലിയൊരു തുറമുഖം വന്നിട്ടുണ്ട്. കേരളക്കാരുടെ തുറമുഖമല്ല, വേറെ ആളുടെ തുറമുഖമാണ്. തിരുവനന്തപുരം വിമാനത്താവളം വളരെ മനോഹരം, ഭയങ്കര സൗകര്യം, വികസനമെന്ന് പറയുന്നു. വലിയ 6 അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരുത്തരും അധികാരം പറഞ്ഞു പോകരുത്, എന്റെയാണ് കേട്ടോ ഇതെന്ന്. വ്യക്തികളിലേക്ക് രാജ്യത്തിന്റെ സമ്പത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശശി തരൂർ ബീഹാറിന്റെ വികസനത്തെ പറ്റി അദ്ദേഹം വിശാലമായി പറയുന്നു. തരൂർ അവരുടെ നിങ്ങൾക്ക് എന്ത് പറ്റി? ബീഹാറിലെ കണ്ണായ സ്ഥലം ഞാനവിടെ പോയിട്ടുണ്ട്. 1 രൂപ വിലയ്ക്ക് വെച്ച് ഈ പറയപ്പെട്ട ആളുകൾക്ക് കൊടുത്ത് അവർ നൽകുന്ന 25 പൈസ, അതാണ് വലിയ വികസനമായിട്ട് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ സമ്പത്ത് ട്രെയിനും റെയിൽവേ സ്റ്റേഷനെല്ലാം വ്യക്തികളുടെ പോക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കായംകുളത്തിന് മുമ്പിൽ വരുന്ന വലിയ രാജപാത കണ്ട് നമ്മളെല്ലാവരും മഹാഹു എന്ന് പറയുന്നു. കേരളക്കാർ റോഡല്ല, വേറെ ആറ് റോഡാണ്. അവരുടെ പോക്കറ്റിലേക്കാണ് പൈസ മുഴുവൻ പോകാനുള്ളത്. രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുന്ന ഒന്നുമില്ലാത്തതിനെയും എല്ലാം ഇവിടെ വിട്ടുതുളച്ചുകൊണ്ടിരിക്കുകയാണ്, വേറെ ആളുകളെ പേരിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് ഇതിനെല്ലാം മുഖം മൂടിയിടണം. അതിനുവേണ്ടി പക്ഷേ അവർ ഈ അവസാനം പിടിച്ച കാര്യം, ഈ കോർപ്പറേറ്റ് സംവിധാനത്തിന് നേരെ ബദലായ മഹോന്നത സ്വപ്നമായ വഖഫിനെ കയറി പിടിക്കലാണ്. വഖഫ് എന്നാൽ എന്താണ്? കോർപ്പറേറ്റ് നേരെ വിരുദ്ധം. കായംകുളത്തുകാർക്ക് ഇവിടെയുള്ള സമ്പത്ത് പടച്ചവന്റെ നാമത്തിലേക്കാക്കി, ഈ മസ്ജിദും മദ്രസയുമെല്ലാം പടച്ചവന്റെ നാമത്തിലേക്കാക്കി. ഇതാരുടെയും സമ്പത്തല്ല, കമ്മിറ്റിയുടെ പോലും സമ്പത്തല്ല, പ്രസിഡന്റ്, സെക്രട്ടറി അല്ല, സേവകന്മാർ. ഇത് കായംകുളത്തുകാർക്കുള്ളതാണ്. ഈ രീതിയിലുള്ള വഖഫ് കോർപ്പറേറ്റ് സംവിധാനത്തിന് ശക്തമായ തിരിച്ചടിയാണ്. അതുകൊണ്ടായിരിക്കാം അവർ വഖഫിനെ കയറി പിടിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഭയങ്കര ദുരന്തമാണ് രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ പണ്ട് തന്നെ വഖഫിന്റെ വിഷയത്തിൽ പല പ്രശ്നങ്ങളും, വഖഫ് ബില്ലിന്റെ വഖഫ് നിയമത്തിന് ആകത്തുക എന്താണ്? ഇന്ന് വരെയും രഹസ്യമായി കട്ടായി കൊള്ളയടിക്കാം. ഇന്ന് വരെ ഈ കട്ട് നിന്നിലായിട്ട് തലകുരിച്ച് നടന്ന ആളുകൾക്ക് കൊള്ളയടിച്ച് അന്തസ്സായിട്ട് കൈ വീശി നടക്കാം. ഇതാണ് വഖഫ് നിയമത്തിന്, ഭേദഗതി നിയമത്തിന് ആകെ ചുരുക്കം. ഇനി ഇതിന്റെ അവസാനം 3 കാര്യങ്ങൾ ചെയ്യണം. അതാണ് ഈ യാത്രയുടെ, ഈ ഉസ്താദന്മാരും വിദ്യാർത്ഥികളുമെല്ലാം നടന്ന യാത്രയുടെ ഉദ്ദേശം. ഓരോരുത്തരും വഖഫിനെ പഠിക്കണം. സത്യം നമുക്കറിയില്ല വഖഫ് എന്താണെന്ന്.